ഗ്രൂപ്പ് ഫാമിങ്ങിന്റെ പരിപാടി ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പല കർഷകർക്ക് പിന്നെ കൃഷി നഷ്ടമാണ് പറഞ്ഞിട്ട് പോവുകയാണല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഫാമിങ്ങിലൂടെ നമ്മളൊരു പാടശേഖരം അത് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ലാഭകരമായിട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങളിപ്പോ ഒരു ഘട്ടം 400 ഏക്കറോളം കഴിഞ്ഞു. ഇതിപ്പോ രണ്ടാമത്തെ ഘട്ടമാണ്. അപ്പോ ഇത് ചെയ്യുന്നത് ഇത് മാത്രമല്ല, നടുവിൽ നിങ്ങളിപ്പോ അവിടെ ഒഴിവാക്കിയിട്ട് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയും വാഹനമായി വന്ന് നട്ടുകൊടുക്കും. ഭക്ഷണത്തിന്റെയും വാഹനത്തിന്റെ വാടകയും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി നിങ്ങൾ നാട്ടിന്റെ സംരക്ഷണങ്ങളോ മറ്റുള്ളതൊന്നും അറിയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് കിളക്കലാണെങ്കിലും വളവിടലാണെങ്കിലും പിന്നെ അതുപോലെ മറ്റേ മരുന്നൊരുക്കലാണെങ്കിലും ഗ്രൂപ്പ് ഫാമിങ്ങിലൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ലാഭകരമായിട്ട് പോകുന്നൊരു സമ്പ്രദായമാണ് ഞങ്ങളുടെ അനുഭവത്തില്. ഇന്നിപ്പോ ഇന്നത്തെ ഇതില് പഴയ പോലെ തന്നെ 28 രൂപ 20 പൈസയാണ്. നമ്മുടെ ഉപതെരഞ്ഞെടുപ്പില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിട്ടടക്കം കണ്ണാടിയിലും മാത്തൂരും വന്നിട്ട് പറഞ്ഞതാണ്. നെല്ലിന്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എന്നിട്ടും അവർക്കൊരു വാക്കിനൊരു വ്യവസ്ഥ പറയുന്നത് ആ പരിപാടി ഇല്ല. കാരണം 8 രൂപ 80 പൈസ 2017 ഉള്ളത് അത് കമ്മിയാക്കാതെ നിലനിർത്തി പോയതാണെങ്കിൽ ഇപ്പോ 31 രൂപ 80 പൈസ നമുക്ക് കിട്ടുമായിരുന്നു. ഇന്നിപ്പോ ഇൻസെന്റീവ് കമ്മിയാക്കിയിട്ട് 5 രൂപ 20 പൈസയായി. അപ്പൊ മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും വന്ന് കണ്ണാടിയിലും മാത്തൂരും ചുങ്കമന്ന സെന്ററിൽ വന്നിട്ട് പറഞ്ഞതിന് എന്താ ഇവർക്കൊരു വാക്കിന് വ്യവസ്ഥ? അത് ഒന്ന് ആലോചിക്കേണ്ടത്. കാരണം കർഷകര് വളരെ പരിതാപകരമായിട്ടാണ് ഇത് പോണത്. എല്ലാ കാര്യത്തിലും പൈസയുണ്ട്. എന്നിട്ടിപ്പോ 28 രൂപ 20 പൈസ കൊടുക്കാന്ന് പറഞ്ഞത് എപ്പോ കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ മുഖ്യമന്ത്രി അടക്കം ഒരു വ്യവസ്ഥ വിട്ട് കാണിക്കുന്ന സമയത്ത് അപ്പൊ ഈ കാര്യം കർഷകർ ശ്രദ്ധിക്കണ്ടേ? കർഷകർ പറയണ്ടേ? പ്രതികരിക്കാതെ ഓരോരോ എല്ലാ രാഷ്ട്രീയ അടിമകളെ പോലെ നിന്ന് കഴിഞ്ഞ് അടുത്ത 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ഇതെല്ലാം നിൽക്കും. അപ്പോൾ കർഷകർ കുറെ രാഷ്ട്രീയം ആയിക്കോട്ടെ, ഏതോ രാഷ്ട്രീയം ആയിക്കോട്ടെ, ഇടതുപക്ഷോ വലതുപക്ഷോ മധ്യപക്ഷോ ഏതോ ആയിക്കോട്ടെ, കർഷകർക്ക് കർഷക രാഷ്ട്രീയമുണ്ട്. ആ രീതിയിൽ കർഷകരെ ദ്രോഹിക്കാത്ത ഏത് സർക്കാരാണെങ്കിലും നമ്മളത് പിന്നെ അവരോട് അനുകൂലിച്ച് നിൽക്കണം. പക്ഷെ ഇതല്ലല്ലോ. കേരള മുഖ്യമന്ത്രി കണ്ണാടിയിൽ മാത്തൂരും എന്ന് പറഞ്ഞതാണ് പല കാര്യങ്ങളും. അതൊന്നും ഇന്നത്തെ പേപ്പറിൽ അതില്ല. അതേപോലെ തന്നെ താടി വെച്ച് പറഞ്ഞ 28 രൂപ 20 പൈസ ഒരു മാറ്റമില്ല. അപ്പൊ മുഖ്യമന്ത്രിക്ക് അടക്കം വാക്ക് പാലിക്കാൻ കേരള മുഖ്യമന്ത്രിക്ക് അടക്കം വാക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരിനെ വിശ്വസിക്കുക? ആരോടാണ് പറയണത്? ഓക്കെ, ഇതിനെ കുറിച്ച് ഇത്ര പറയുന്നുള്ളൂ. അപ്പൊ ഗ്രൂപ്പ് ഫാമിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. സബ്ജക്റ്റ് പോയി. കാരണം അത്ര വിഷമം കൊണ്ട് പറഞ്ഞതാണ്, അല്ലാണ്ട് ഇപ്പോ ആരോടും വൈരാഗ്യമോ മറ്റുള്ളതൊന്നുമല്ല. ഞങ്ങളുടെ വിഷം. കാരണം അത്ര ഞങ്ങള് കഷ്ടപ്പാടുണ്ട്. പിന്നെ ഒന്നാമത് കാലാവസ്ഥ വ്യതിയാനം, നട്ട് കൈയെടുത്തിട്ടില്ല, അപ്പോഴേക്കും മൊത്തം പുഴുക്കാടാ. അപ്പൊ അത്രയും കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഓരോ കർഷകരും മുന്നോട്ട് പോണത്. അത് മുഖ്യമന്ത്രി അടക്കം മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയില്ല. പിന്നെ ഞങ്ങൾ ആരോടും പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കർഷകന് നെല്ലിൻ്റെ പൈസ ഒന്നാമത് കിട്ടാൻ വഴിയില്ല. കന്നിമാസത്തിൽ കൊയ്ത് കഴിഞ്ഞിട്ട് മകരമാസമായിട്ട് നെല്ലിൻ്റെ പൈസ കിട്ടാൻ വഴിയില്ല. കർഷകന് രണ്ടാമത്തെ പഞ്ചിടാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നെല്ലിൻ്റെ വില പോലെ ഇപ്പോഴത്തെ കന്നുകൂട്ടിൻ്റെ കാര്യം, ട്രാക്ടറിന് ചാർജും കളിക്കാനും നടാനൊക്കെ ചാർജുകൾ കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം 10-50 ഉറുപ്പ്യ കൊടുത്തിട്ട് കൂട്ടുന്നത് ഇപ്പോൾ 100-150 ഉറുപ്പ്യാണ് ഒരു മണിക്കൂറിന് മേടിക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സമയത്ത് വാത്സനാണ് വില കൂടുതൽ. ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ കർഷകനൊന്നും കിട്ടാനും വഴിയില്ല. അത് നേരത്തിന് പൈസയും കിട്ടുന്നില്ല. ബാങ്കിൽ പോയാൽ തന്നെ ഇന്ന് നാളെ പൈസ ഇപ്പോഴും വന്നിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. കന്നിമാസത്തിൽ പഞ്ചിടാം ഇട്ട് മകരമാസമായിട്ടും കിട്ടാൻ വഴിയില്ലാണ്ട് നിൽക്കുക. അപ്പോൾ എങ്ങനെ പഞ്ചിടുന്നതെന്ന് തന്നെ അറിയുന്നില്ല. അതിനിപ്പോൾ ആൾക്കാരുടെ ചങ്ങലയും മലയും മണയും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പൈസ
കടം പിടിച്ചിട്ടാണ് പഞ്ചിയിൽ നിന്നിട്ട് ഇപ്പം നെല്ലിൻ്റെ പൈസ കിട്ടാൻ വഴിയില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ട്. കർഷകൻ കൃഷി വേണോ വേണ്ടേ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ. നമ്മൾ മൊത്തം നടീൽ നടത്തുന്നത് 220 ഏക്കറയാണ്. ആ 220 ഏക്കറിലെ പകുതിയോളം കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി നടാനുണ്ട്. അത് ഒരു 3-4 ദിവസത്തിനുള്ളിൽ നട്ട് കഴിയും. അതിനുള്ള ആളുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്.